സമ്മർ ആയാലും വിൻ്റർ ആയാലും ഫാനില്ലാതെ ഉറങ്ങുക എന്നുള്ളത് നല്ല കഷ്ടപ്പാടാണ്. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് ഫാനിൻ്റെ ശബ്ദം മാത്രം മതി എനിക്ക് എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, എനിക്ക് ആ കാറ്റും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഒരു പോർട്ടബിൾ ഫാൻ, കുഞ്ഞു പോർട്ടബിൾ ഫാൻ ഞാൻ കൊണ്ടു നടക്കാറുണ്ട്. പക്ഷേ ഇത്തവണ ഇതെടുക്കാൻ മറന്നു. എന്തോ ഭാഗ്യത്തിന് ഇവിടെ ഒരു കൂളർ ഉണ്ടായിരുന്നു. അത് വെച്ച് നല്ല സുഖമായൊരു ഉറക്കം കഴിഞ്ഞ് ദേ എണീറ്റു. നമ്മൾ ഇന്നലെ കണ്ടതിനേക്കാൾ ഭയങ്കര ഒരു അടിപൊളി ഫീലായിരുന്നു ഇന്ന് രാവിലെ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ എണീറ്റപ്പോൾ. നല്ല സൺലൈറ്റും ഒക്കെ ആയിട്ട് നല്ലൊരു ഗുഡ് ഫീലായിരുന്നു. ഇവിടെ എല്ലാ ബെഡ്റൂമിൽ നമുക്ക് പുറത്തോട്ടൊരു കുട്ടി ബാൽക്കണി ഉണ്ടേ. അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ്റൂമിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള ഒരു അടിപൊളി വ്യൂ. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടില്ലേ? ഇത്ര കാംനെസ് എപ്പോഴും ഉണ്ടാവണം എന്നില്ല കേട്ടോ. ഇന്ന് സൺഡേ ആയത് കാരണമാണ്. തൊട്ടടുത്തുള്ള 2 രാജ്യമാണെങ്കിലും നെതർലൻഡ്സും ജർമ്മനിയും ബെൽജിയം ഒക്കെ തമ്മിലൊരു വലിയ ഡിഫറൻസ് തോന്നിയിട്ടുള്ള എന്താ അറിയോ? നെതർലൻഡ്സിൽ സൺഡേ ഒരു സൈലൻറ്റ് ഡേ ഒന്നും അല്ല. അധികം ഷോപ്പുകളും സൺഡേ ഓപ്പൺ ആണ്. പക്ഷേ ജർമ്മനി ബെൽജിയം ഒക്കെ വരുമ്പോൾ സൺഡേ ഓൾമോസ്റ്റ് എല്ലാ ഷോപ്സും ഒക്കെ ക്ലോസ്ഡ് ആയി നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ് സൺഡേ. ഗുഡ് മോർണിംഗ്. ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി വിഷ്ണു. രാവിലെ എണീറ്റ് എങ്ങനെയാണോ? പ്രഭുവിനോട് പറ. ഹേ പെടു പെടു, ചായ ഉണ്ടാക്കോ? വാവ്, എന്തൊരു അനുസരണ. ഗീതു ഒരു ഉറക്കപ്രേമിയാണ്. ഇപ്പൊ കുറച്ച് വീക്കെൻഡ്സ് ആയിട്ട് പല പല കാര്യങ്ങളായിട്ട് ഗീതുവിന് നേരത്തെ എണീക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ തൽക്കാലം നമുക്കൊന്ന് പോയി ഗീതുവിനെ മെല്ലെ ചൊറിഞ്ഞ് കുത്തിപ്പൊക്കാം. ഗീതു എണീറ്റു. മറ്റേ മന്ത്രി വന്നു എന്ന് പറയില്ലേ? ഇന്നൊരു അടിപൊളി ദിവസമാണ്. കാരണം നമ്മൾ വിചാരിച്ച അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത ഒരു കാര്യം പോലും മര്യാദയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു ദിവസം. അങ്ങനെ കാര്യമായിട്ട് ഒരു പരിപാടിയില്ലാതെ ചുമ്മാ ഒരു ദിവസം നിങ്ങളും നമ്മുടെ ഒപ്പം ചുമ്മാ ഇങ്ങനെ കൂടിക്കോളൂ കേട്ടോ. കാര്യമായിട്ട് ഒന്നും നടന്നിട്ടില്ല ഇന്ന്. ഞാൻ എൻ്റെ ഹെഡ് ബാൻഡ് എടുക്കാൻ മറന്നു. അതുകൊണ്ട് നമുക്കൊരു ടവൽ വെച്ച് മുടി ഒന്ന് പ്രൊട്ടക്ട് ചെയ്തതിന് ശേഷം മുഖം കഴുകാം. ഓരോരോ അനാവശ്യമായിട്ടുള്ള ശീലങ്ങൾ പഠിച്ചു വെച്ചിട്ടേ മുന്നേ ഹെഡ് ബാൻഡ് ഒന്നും ഇട്ടിട്ടല്ല മുഖം കഴുകിയിരുന്നത്. എല്ലാ അവസ്ഥയിലും മുഖം കഴുകിയായിരുന്നു. ഇപ്പം ഹെഡ് ബാൻഡ് ഇല്ലാതെ പറ്റില്ല എന്നായി. വിഷ്ണുവും ഗീതവും കൂടെ ഇരുന്ന് നമ്മളിന്ന് എവിടെയൊക്കെ പോകണം, എന്തൊക്കെ ചെയ്യണം, എവിടുന്ന് ഭക്ഷണം കഴിക്കണം എന്നുള്ള ചെറിയൊരു പ്ലാനൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ സമയം എന്തെങ്കിലും ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. നമുക്ക് ബ്രെഡ് ഓംലെറ്റും പിന്നെ ഗ്രീൻ ആപ്പിളും ഉണ്ട്. ഇത്ര വൃത്തികെട്ടൊരു ബ്രെഡ് എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. കടിക്കുമ്പോ പല്ല് പോകുന്നത് എക്സ്പ്രഷൻ നല്ല കുറുമുറുകളോ. നമുക്ക് ഇന്നത്തെ ഒരു ദിവസം ശരിക്കും സ്റ്റാർട്ട് ചെയ്യാം. പുറത്തിറങ്ങാം. നല്ല അടിപൊളി വെതറാണ് കേട്ടോ. വെയിലുണ്ട്, പക്ഷെ എന്നാലും തണുപ്പുണ്ട് നമുക്ക് വെതർ നോക്കുമ്പോൾ. എന്നാലും കുഴപ്പമില്ല. വെയിലുണ്ടെങ്കിൽ തന്നെ ജീവിതം കളർഫുള്ളാണ്. നമ്മളിവിടെ അടുത്തുള്ളൊരു പാർക്കിൽ പോകാം അതെന്നാണ് വിചാരിക്കുന്നത്. ജർമ്മനിയിലുള്ളൊരു പാർക്ക്. ഞാൻ പറഞ്ഞല്ലേ, ഇതൊരു ബോർഡറാണ്. നമുക്ക് ഇവിടെ നിന്ന് നെതർലൻഡ്സും ബെൽജിയും ജർമ്മനിയും അടുത്തടുത്താണ്. അപ്പോൾ ജർമ്മനിയിലുള്ളൊരു പാർക്കിൽ പോവാം. അതിനുശേഷം ഒരു ത്രിവേണി സംഗമമുണ്ട്. ഒരു 30 സെക്കൻഡിൽ ഇന്നലത്തെ വ്ളോഗിൽ നമ്മൾ പറഞ്ഞതുപോലെ നെതർലൻഡ്സും ബെൽജിയും ജർമ്മനിയും നമുക്കൊരു ഇങ്ങനെ റൗണ്ട് ചെയ്താൽ നമ്മൾ ഒരു 30 സെക്കൻഡിൽ 3 കൺട്രി കവർ ചെയ്യും. അവിടെയൊക്കെ പോവാം. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്കിന്ന് ഈ ഒരു സ്ഥലം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഞാൻ പോയി റെഡി ആവട്ടെ. എനിക്ക് കുറച്ചൊരു പരിപാടികൾ ബാക്കി ഉണ്ടായിരുന്നു. 1-2 കോൾസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ഞാൻ തീർത്തു. വിഷ്ണുവും പ്രഭുവും ഗീതയോടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇനി ഷട്ടപ്പടയെന്ന് റെഡി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം. വല്ലപ്പോഴും നടക്കുന്നൊരു കാര്യമാണ് ഇവരെയൊക്കെ വെച്ച് ഒരു ഫോട്ടോ എടുക്കുക എന്നുള്ളത്. വിഷ്ണുവിനെയൊക്കെ ഒരു ഫോട്ടോയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞാണ്ടല്ലോ, അതൊരു മുൻജന്മ സുഹൃത്തായിട്ടാണ് ഞാനിപ്പോൾ കണക്കാക്കുന്നത്. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഓരോ സമയത്തെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കൃത്യമായിട്ട് എടുത്തു വെക്കുന്ന ഒരു പരിപാടി ഉണ്ട് കേട്ടോ. എനിക്കിപ്പോൾ സ്ഥലം തികഞ്ഞിട്ട് ഞാൻ ഗൂഗിളിലൊക്കെ അത്യാവശ്യം നല്ല സ്ഥലം വാങ്ങിച്ചിട്ടിരിക്കുകയാണ് എൻ്റെ എല്ലാ സ്റ്റോറേജിനും വേണ്ടിയിട്ട്. ഇത് കാര്യമായിട്ടൊന്നുമില്ല, നമ്മുടെ യൂഷ്വൽ പരിപാടി. എന്തൊക്കെയോ ക്രിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വിഷ്ണു എപ്പോഴും മൊബൈലെടുത്ത് നോക്കുന്നുണ്ടെങ്കിൽ അന്നൊരു മാച്ച് നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം കേട്ടോ. അതിൻ്റെ സ്കോറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇനി അധികം ലേറ്റ് ആക്കണ്ട, നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങാം. ബെൽജിയാണോ നെതർലൻഡ്സ് ആണോ ജർമ്മനിയാണോ ഡിഷ് വിട്ടൊരു കളിയില്ല. 5 രൂപ വെച്ചോല്ലോ. വിഷ്ണു ഏട്ടനെ കാണാനില്ല. ഇനി നമുക്ക് ആ ഡിഷിൻ്റെ അടുത്തും കൂടെ നോക്കിയാൽ ഞാൻ ഡിഷ് വാഷറിൻ്റെ അടുത്തുണ്ടെങ്കിലും. ഒരു നൈറ്റ് മാത്രമേ ഇവിടെ നിന്നില്ലെങ്കിലും ഭയങ്കര ഒരു വിഷമം ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട്. ഭയങ്കര അഫോർഡബിളായിട്ട് നമുക്കൊരു അപ്പാർട്ട്മെൻറ്റ് എങ്ങനെ ബ്യൂട്ടിഫുൾ ആക്കാമെന്ന് കാണിച്ചു തന്ന ഒരു അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു ഇത്. യാത്ര പറഞ്ഞിട്ടും മതിയാവുന്നില്ല. നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു. നല്ല ഭയങ്കര പോസിറ്റീവ് ഫീലുള്ളൊരു അപ്പാർട്ട്മെൻറ്റ്. ഇറങ്ങാം. എനിക്ക് മാത്രമല്ല കേട്ടോ, നമ്മൾ 4 പേര് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴും നമ്മൾ മനസ്സിൽ വിചാരിച്ച ഒരേ കാര്യമായിരുന്നു, ഒരു രാത്രിയും കൂടെ നമുക്കിവിടെ നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു എന്ന്. നല്ല അടിപൊളി വെയിലുള്ള ദിവസം.
ഇന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാ ഷോപ്സും ക്ലോസ്ഡ് ആണ്. ആൾക്കാരൊക്കെ ചുമ്മാ ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ തന്നെയാണ് കാറ് പാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പോയി കാറ് കയറി നമുക്ക് ഫസ്റ്റ് ഒരു F1 സർക്യൂട്ടിക്ക് പോവാം. പ്രദൂന് കാറ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ട്രിപ്പിൽ എങ്ങനെ വന്നാലും മിസ് ചെയ്യാറില്ല. അവിടെ നമ്മൾ വണ്ടി നമുക്ക് ഓടിക്കാൻ പറ്റും, പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒന്ന് ചിന്തിച്ചെടുക്കേണ്ട പ്രൈസാണ്. കാരണം 1000 യൂറോസിൻ്റെ അടുത്ത് വരുന്നുണ്ട് നമ്മൾ വണ്ടി എടുത്ത് അവിടെ ഓടിക്കാൻ വേണ്ടിയിട്ട്. ലൈഫിൽ ഭയങ്കര ആഗ്രഹമൊക്കെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ എന്നാലും ടപ്പ് ചെയ്യുന്ന എടുക്കേണ്ട ഒരു ഡിസിഷൻ അല്ലല്ലോ. അതുകൊണ്ട് തൽക്കാലം ആ F1 സർക്യൂട്ട് ഒന്ന് പോയി കാണാം. എന്നിട്ട് അവിടുന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ തോന്നുകയാണെങ്കിൽ. പ്രദൂന് കാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസാണ്. ഇപ്പം നമ്മൾ ഉറക്കത്തിലൊക്കെ കാറിൻ്റെ എന്തെങ്കിലുമൊക്കെ സ്പെസിഫിക്കേഷൻ ചോദിച്ചാലും പ്രദു അതേപോലെ പറഞ്ഞുതരും. അപ്പോൾ ഫുള്ളി ഇപ്പോൾ പ്രദുവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു F1 സർക്യൂട്ടിലോട്ട് പോകുന്നത്. അങ്ങനെ ഇവിടുത്തെ എല്ലാ പരിപാടിയും തീർന്ന് നമ്മൾ പോയി. അതൊന്ന് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റിയെങ്കിൽ കൊണ്ടുപോകായിരുന്നു. കൊണ്ടുപോയാൽ മതിയായിരുന്നു. ഇതിൽ കൊള്ളുന്നെങ്കിലും. ഗൂഗിളിൽ താൽക്കാലികമായി അവർ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് നല്ല വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചതിന് ശേഷമാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. കാരണം ഇനി എങ്ങാനും ഇവിടെ ബിരിയാണി കൊടുത്താലോ എന്നുള്ള പ്രതീക്ഷയിൽ. സൈഡിലെ ബിൽഡിംഗ് ഒക്കെ നോക്കൂ, അത്യാവശ്യം നല്ല പഴയ ബിൽഡിങ്ങാ തോന്നുന്നു. പക്ഷെ നല്ല അടിപൊളിയായിട്ട് അവർ ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എന്നോട് പറയാതെ പ്രതു വീഡിയോ എടുക്കുന്നു. അതൊരു സർക്യൂട്ടാണ്. കരടി പോലെ ടെമ്പററി ക്ലോസ്ഡ്. ടെമ്പററി ക്ലോസ്ഡോ? പിന്നെ എന്ത് നമ്മൾ ഇത്ര ദൂരം വന്ന്? ഇത് ഞാൻ നിന്നോട് ഇന്നലെ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോ ടെമ്പററി ക്ലോസ്ഡ് എന്നാ കണ്ടത്. നമ്മള് ഒരു F1 സർക്യൂട്ട് കാണാൻ വന്നതായിരുന്നു. അത് ക്ലോസ്ഡ് ആണ്. പുള്ളിയും കാണാൻ വന്നോട്ടോ. പുള്ളിക്ക് ഒരു സംശയമുണ്ട്. നമ്മൾ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് സർക്യൂട്ട് ക്ലോസ്ഡ് ആണ്. പക്ഷെ നമുക്ക് നടന്ന് കാണാനുള്ള കുറച്ച് വഴികളൊക്കെ അവിടെയുണ്ട്. അപ്പോൾ അതൊന്ന് കാണാൻ പറ്റും, നോക്കാം. അത്ര അടിപൊളി ക്ലാസ് അല്ല, സൂക്ഷിച്ചു. ഇവിടെ ഒരു മനുഷ്യനില്ല. നമ്മുടെ ഒരു നമ്മൾ 4 മനുഷ്യന്മാരേ ഉള്ളൂ. ഇവിടെ നമ്മുടെ ഒരു പ്രതീക്ഷയാണ് നമുക്ക് സർക്യൂട്ടൊക്കെ ഒന്ന് കാണാൻ പറ്റുന്നുള്ളത്. നല്ല നീലാകാശം നോക്കിയൊക്കെ, ഒരു മേഘം പോലും ഇല്ല. അങ്ങനെ അതിന്റെ കാര്യത്തിലൊരു തീരുമാനമായി. ഗൂഗിളിനെ വെല്ലുവിളിച്ച് വന്നതാണ് ടെമ്പററി ക്ലോസ്ഡ് കണ്ടിട്ട്. അപ്പോൾ ഇവരിന്ന് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഗൂഗിളിനെ വിശ്വസിക്കാതിരുന്നത്? കഴിഞ്ഞ വീഡിയോയിൽ ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വിഷ്ണുവിന് വേറെ ഷർട്ടും ടീഷർട്ടും ഒന്നും ഇല്ലേന്ന്. വിഷ്ണുവിന് എന്താണെന്നറിയോ, കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്വെറ്ററോ ടീഷർട്ടോ കിട്ടിക്കഴിഞ്ഞാൽ വല്ല ബാധ കൂടിയതുപോലെയാണ്. പിന്നെ ഞാൻ വല്ല ഹോമൊക്കെ നടത്തേണ്ടി വരും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറക്കി വിടാൻ. നമ്മുടെ ഫോർമുല 1 സർക്യൂട്ട് നടക്കാത്തത് കൊണ്ട് നമ്മൾ ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു വാട്ടർഫോളിൽ പോവാണ്. കൂന്നാണ് നമ്മുടെ എന്തൊക്കെ ഇതോ സാറിന്റെ പേരെന്താ? നമ്മുടെ വാട്ടർഫോളിന്റെ പേര്. അപ്പോൾ അങ്ങോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. കുറച്ച് എന്താ പറയുക, കുലുക്കമുള്ള റോഡുകളാണ്. അതുകൊണ്ട് നമ്മൾ വളരെ മെല്ലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നിഗൂഢമായ വഴികളൊക്കെയാണല്ലോ. അത്ര നല്ല റോഡായിരുന്നില്ല കേട്ടോ. നമ്മൾ 12-ലും 13-ലൊക്കെ ആയിരുന്നു കാർ ഓടിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ പോകുന്ന വഴിക്ക് മൊത്തം 2 സൈഡിലും ക്രിസ്മസ് ട്രീ ആണ് തോന്നുന്നു എനിക്കിത്. പക്ഷെ ഇത്രയും വലിയ ക്രിസ്മസ് ട്രീ നമ്മൾ എവിടെ വെക്കുക? നമ്മളിങ്ങനെ ക്രിസ്മസ് മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ സെൻറ്ററിലൊക്കെ വലിയ ക്രിസ്മസ് ട്രീസ് വെക്കുന്നത് കണ്ടിട്ടുണ്ട്. അല്ലാതെ ഇത്രയധികം ക്രിസ്മസ് ട്രീ അറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെന്ന് പറഞ്ഞു തരണേ. അങ്ങനെ നമ്മൾ അന്വേഷിച്ച ഒരു റെസ്റ്റോറൻറ്റിൽ എത്തിയപ്പോഴൊക്കെ എനിക്ക് വിശന്നിട്ടൊരു രക്ഷയുണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ എൻ്റെ മെയിൻ സംഗതി വിശപ്പാണ്. ഇവിടെ എത്തുമ്പോഴൊക്കെ എനിക്ക് ഒരു ആനേനെ എടുത്ത് വിഴുങ്ങാനുള്ള വിശപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കുറയില്ല. വിശന്ന് ഇത് യൂറോപ്യൻ റെസ്റ്റോറൻറ്റോ അത് ബെൽജിയൻ റെസ്റ്റോറൻറ്റാണ് എഴുതുന്നത്. ഇത് ബെൽജിയം യൂറോപ്പിലുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ബെൽജിയം യൂറോപ്പിലാവുകൊണ്ട് ഇത് ഒരു യൂറോപ്യൻ റെസ്റ്റോറൻറ്റാണ്. വിശന്ന് എൻ്റെ കിളി പോയി തുടങ്ങി. നമ്മൾ കയറി കഴിഞ്ഞപ്പോഴേ ഭയങ്കര ഒരു ഫാമിലി ഫീലുള്ള ഒരു റെസ്റ്റോറൻറ്റ്, അതായത് ഇങ്ങനെ ഒരു ഫാമിലിയൊക്കെ ഓൺ ചെയ്ത് നടത്തുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരിക്കില്ലേ, അങ്ങനത്തെ ഒരു ഫീല് ഇവിടെ. പക്ഷേ പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഇംഗ്ലീഷ് അറിയുന്നുണ്ടായിരുന്നില്ല. നമ്മൾ കുറേ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഒക്കെ വെച്ചിട്ടാണ് സംസാരിക്കുന്നുണ്ടായിരുന്നത്. നമ്മളൊരു ഭയങ്കര ഹോംലി ഫീലുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത്. അവർ ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കുന്നുണ്ടോ, അടിപൊളി. നമ്മുടെ നാട്ടിലാണെങ്കിൽ ജയിലിൽ പോയി മുന്നേ നമ്മൾ റെസ്റ്റോറൻറ്റ്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വായിച്ച് നോക്കി ഇഷ്ടപ്പെട്ട സംഗതികളൊക്കെ ഓർഡർ ചെയ്യുമല്ലോ. പക്ഷെ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നിലും ഇൻഗ്രീഡിയൻസ് എത്രയുണ്ട്, പിന്നെ ഏത് ലെവൽ വരെയാണ് കുക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഓർഡർ ചെയ്യുന്നത്.
അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും കഴിക്കാതിരിക്കണം എന്നുള്ള ലിസ്റ്റിലില്ല കേട്ടോ. വളരെ കുറച്ച് കാര്യമേ ഉള്ളൂ. മെയിനായിട്ട് നമ്മളിപ്പോൾ മീറ്റോ ഫിഷോ ഒക്കെ കഴിക്കുകയാണെങ്കിൽ അത് ഫുള്ളി കുക്ക്ഡായിട്ട് കഴിക്കണം എന്നുള്ളതാണ് ഒരു മെയിൻ കാര്യം. അപ്പോൾ അതൊക്കെ ഒന്ന് ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് സംഗതികളൊക്കെ ഓർഡർ ചെയ്തു. ഒന്ന് സ്റ്റേക്കാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഇവിടുത്തെ ഫുഡെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. പിന്നെ നമ്മൾ സ്റ്റേക്കും വെൽ ഡൺ പറഞ്ഞതുകൊണ്ട് അത്യാവശ്യം നല്ല കുക്ക്ഡ് ആയിരുന്നു. അതുകൊണ്ട് നല്ല ടേസ്റ്റിൽ എനിക്കും കൂടെ കഴിക്കാൻ വേണ്ടി പറ്റി. പിന്നെ ഒരു പ്രോൺസിൻ്റെ ഡിഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേരെനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഇത് കറക്റ്റ് നമ്മുടെ നാട്ടിലെ നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ളൊരു മീൻകറി. ആലപ്പുഴ മീൻകറിയോ? ആലപ്പുഴ മീൻ കുറച്ച് പുളിയൊക്കെ ഉള്ള. ഇതെങ്ങനെയുണ്ട് സ്റ്റേക്ക്? ബേക്കൻ കിട്ടി കൊള്ളായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ബേക്കൺ ബേക്കൺ ഉണ്ടോ അതിൻ്റെ ഇടയിൽ? ബെൽ പെപ്പറാണ്. അതല്ല ബേക്കൻ ഉണ്ടായിരുന്നു. ആ ബേക്കനെ മടക്കി വെച്ചൊക്കെ നന്നാകുന്നത്. ഇന്ന് കാര്യമായ പോഷകാഹാരം ഒന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് സാലഡൊക്കെ ഒന്ന് നല്ലോണം കഴിച്ചു തുടങ്ങാം. അല്ലാന്ന് അവരെ പറഞ്ഞു ബോധിപ്പിക്കാൻ സമയം. ഏത് ഭാഷയിൽ പറയും? ടേസ്റ്റ് ഉണ്ട് സ്റ്റേക്ക്. ഞാൻ സാധാരണ സ്റ്റേക്ക് കഴിക്കാറില്ല, പക്ഷെ നന്നായിട്ടുണ്ട് എല്ലാ ഫുഡും. ആ സോസ് അടിപൊളിയായിട്ടുണ്ട്. വൈകുന്നേരത്ത് പാർസലാക്കി വീട്ടിൽ ചെന്ന് പൊറോട്ട. ഇതാണ് വേറെ ആലപ്പുഴ നമ്മളൊരു പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ പിസ്സ വന്നില്ല ടേബിളില്. അവര് ബില്ല് ചെയ്തു. അപ്പൊ അതൊന്ന് ക്ലിയർ ആക്കാൻ പോയത്. അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിരുന്നു കേട്ടോ ആ റെസ്റ്റോറന്റ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ്, പക്ഷെ സാധാരണ നമ്മൾ കാണുന്നതിനേക്കാളും കുറച്ച് വില കൂടുതലായിരുന്നു. പിന്നെ ഒരു ഗീതു വന്നിട്ട് പറയാം ഒരു കോമഡി. ഗീതുവിന്റെ സ്വഭാവം ഞാൻ പറയട്ടെ. ഗീതു ഒരു പ്ലീസിങ് ദേവതയാണ് കേട്ടോ. ഭയങ്കര പീപ്പിൾ പ്ലീസിങ് ആണ്. അല്ല, അതെ, ഐസ് ചെറ്റ. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചോ ഗീതു വേണമെങ്കിൽ കയ്യിലുള്ളതൊക്കെ എടുത്തു കൊടുക്കും. അങ്ങനെ നമുക്ക് സെർവ് ചെയ്ത പ്ലേറ്റ് ഒട്ടും ക്ലീൻ ആയിരുന്നില്ല. അപ്പൊ അത് പറഞ്ഞപ്പോ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഗീതു അങ്ങോട്ട് സോറി, എന്റെ ഭാഗത്തും തെറ്റുണ്ട്, ഈ പ്ലേറ്റിൽ ഞാൻ കഴിക്കണമായിരുന്നു. അങ്ങനല്ല, അവരുടെ മുഖം കണ്ട് അവർക്ക് സങ്കടം എനിക്ക് തോന്നുന്നത്. ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഒരു ടോപ്പ് പീപ്പിൾ പ്ലീസിങ് ആൾക്കാരിലൊക്കെ ഒരാളാണ്. പ്രശ്നമാണ്. അല്ലെങ്കിൽ ഐസിന് പണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മളിപ്പോ നേരെ ഇവിടുന്ന് പോകുന്നത് നമ്മുടെ വാട്ടർഫോളിലോട്ടാണ് കേട്ടോ. എന്ത് വാട്ടർഫോളാണ്? കൂ വാട്ടർ. 2 മിനിറ്റിൽ നമ്മൾ നമ്മുടെ വാട്ടർഫോളിൽ എത്തുന്നതാണ്. അത് കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്കൊരു 3 കൺട്രി പോയിന്റ് കാണണം. അപ്പൊ നല്ല രസമുണ്ട് ഈ പോണ വഴി. ഇതാണ് ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഒരു വെറൈറ്റി വഴികൾ. ഇഷ്ടം സ്വന്തം വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഓർമ്മയില്ല. അപ്പൊ നമ്മളിത് ഏകദേശം ഇവിടെ എത്തി. ഇവിടെ ചെറിയൊരു ആക്ടിവിറ്റി ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. വാട്ടർഫോളിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. വാട്ടർഫോളിനെ തോന്നുന്നു. നമുക്ക് പോയി നോക്കി നോക്കാം. അവിടെ കണ്ടൊരു ചെറിയ പാർക്ക് പരിപാടിയൊക്കെ ഉണ്ട്. ഒരു ഫാമിലി പാർക്കൊക്കെ ഉണ്ട് ഇവിടെ. അതിലൊന്നും നമുക്കിപ്പോൾ കയറാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ലാത്തത് കാരണം ഇവർ കയറുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ സൈഡിലേക്ക് ഇങ്ങനെ തെന്നി നടക്കും. വിഷ്ണു എക്സൈറ്റഡ് ആണോ വാട്ടർഫോൾസ് കാണാൻ? എന്തൊരു മറുപടി ഇല്ലാത്ത. ബ്രദു എക്സൈറ്റഡ് ആണോ? ബ്രദു ചെറിയൊരു വാട്ടർഫോൾ ആണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. ഗീതു കണ്ടുപിടിച്ചതാണ് സത്യം. ബെൽജിയത്ത് നമ്മളിപ്പോൾ ഉള്ള വില്ലേജിന്റെ പേരെന്താണെന്നറിയോ? കൂ വില്ലേജ്. ഇവിടെയുള്ള വാട്ടർഫോൾ ആയതുകൊണ്ടാണ് കൂ വാട്ടർഫോൾ എന്ന് പറയുന്നത്. ബെൽജിയത്തിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് വാട്ടർഫോൾ ആണ് കൂ. പിന്നെ ഇപ്പോൾ വെതറൊക്കെ ഒന്ന് കുറച്ച് ബെറ്റർ ആയി കഴിഞ്ഞാൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഇതിൻ്റെ ചുറ്റും ചെയ്യാറുണ്ട്. കയാക്കിംഗ്, സൈക്ലിംഗ്, പിന്നെ അതേപോലെ ഹൈക്കിംഗ് എല്ലാം. ആ ഒരു കുട്ടി റെയിൻബോ നിങ്ങൾ ശ്രദ്ധിച്ചോ? നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്? സ്പ്രിങ്ങിലും ഫോൾ സീസണുമാണ് ഇവിടെ വിസിറ്റ് ചെയ്യാൻ ഏറ്റവും അടിപൊളിയായിട്ടുള്ള സമയം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര അടുത്തുനിന്ന് ഒരു വാട്ടർഫോൾ കാണുന്നത്. പിന്നെ അധികം റഷും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കാരണം നല്ല സമാധാനപരമായി നമുക്ക് വേണ്ടത്ര സമയം ഇവിടെ നിന്ന് വാട്ടർഫോളൊക്കെ കണ്ട് എൻജോയ് ചെയ്തിട്ടാണ് നമ്മളിവിടെ നിന്ന് പോയത് കേട്ടോ. വാട്ടർഫോൾ അടുത്തുനിന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചധികം സ്റ്റെപ്സൊക്കെ ഒന്ന് താഴത്തോട്ട് ഇറങ്ങി വരേണ്ട ഒരു ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മളിവിടെ ചുറ്റും കുറേ നേരമൊക്കെ ഒന്ന് നടന്ന് പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിച്ചതിന് ശേഷം തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. ഇനി മറ്റേ സ്ഥലം 3 കൺട്രി പോയിന്റ്. കുറെ ദൂരം ഉണ്ടാവും. നല്ല വെയിലുണ്ടല്ലോ, നല്ല സുഖമുള്ള ഒരു വെതർ. ഗീതു ഇന്ന് രാത്രി നമ്മൾ നല്ല അടിപൊളി ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ റെഡി ആയിരിക്കും. രാത്രി എന്താ കഴിച്ചു?
ഇന്നലെ രാത്രി ഇവിടെ ഇത് പറ 3 countries കൺട്രി പോയിന്റ് കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ മസാല കൊണ്ട് പിടിച്ചിട്ടുണ്ട്. ചുമ്മാ വണ്ടിയുടെ സാധനം കളഞ്ഞു പോയി. ചിരിക്കുന്നു. വണ്ടിയുടെ വീൽ കപ്പ് കളഞ്ഞുപോയി. എവിടുന്നോ ഒരു ചെറിയ തട്ടുമുട്ടൊക്കെ ഞാൻ കേട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സ്ഥലത്തോട്ട് നമ്മൾ തിരിച്ചു പോവാണ് വീൽ കപ്പ് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ വണ്ടിയുടെ വീൽ കപ്പ് കളഞ്ഞുപോയി. സങ്കടമായിട്ട് വിഷ്ണു വണ്ടി കയറില്ല. ഇനി ഞാൻ വരുന്നില്ല. നമ്മൾ ആ വാട്ടർഫോളിന്റെ അടുത്തുനിന്ന് ഒരു 3 മിനിറ്റ് ദൂരത്തിലാണ്. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെയാണ് നമ്മൾ വണ്ടി. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് വിഷ്ണുവിന്റെ അടുത്ത്, ഒരു ശബ്ദം കേട്ടിട്ടുണ്ട്. ഫ്രണ്ട് വീലാണോ പോയത്? ഞാൻ അറിഞ്ഞിട്ടേ ഏതാന്ന്. കിട്ടോ പ്രതു? കിട്ടും. കിട്ടി, സാധനം കണ്ടു. നമ്മള് റോഡ് കിടക്കണ്ട്. കുറച്ച് കേറി കടന്നുകൊണ്ട് വേറെ വണ്ടിയൊന്നും കേറിയിട്ടില്ല. ഇവിടെ മതില് വേണ്ട, ചെറിയ ആ ഒരു കയറ്റം കണ്ടോ, അതിന്റെ മുള്ള തട്ടിയത്. പക്ഷെ ശബ്ദം കേട്ടായിരുന്നേ. ദേ കിടക്കുന്നു നമ്മുടെ വീൽ കപ്പ്. മൈൻഡ് ആക്കാതെ പോയതാണ് നമ്മളെ കോൺഫിഡൻസ്. കണ്ടോ? അല്ലളിയാ, ഇത്രയും വലിയ സാധനം നീ കണ്ടില്ലാതെ എങ്ങനെയാണ്? അല്ല, എനിക്കതാണ്. Don't repeat this again, okay? നമ്മൾ വെക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നമാണോ? പൊട്ടിയത് കാരണം ജസ്റ്റ് തൊടുമ്പോക്കെ അത് വീഴുന്നുണ്ട്. ഇപ്പൊ 2ാമത്തെ തവണയല്ലേ. വീട്ടിലോട്ട് വിഷ്ണുവിന്റെ ചെറിയ അശ്രദ്ധ കാരണം നമുക്ക് വലിയൊരു പിഴവ് നഷ്ടം പറ്റിയിരിക്കുകയാണ്. കഴിക്കാൻ പോണം, അല്ലെങ്കിൽ രാത്രി ചെന്നതിന് കുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. വീട്ടിലോട്ട് പറഞ്ഞാല് ഞാൻ ആംസ്റ്റർഡാമിലോട്ടെന്നാണ് ഉദ്ദേശിച്ചത്. തൽക്കാലം ഹോം ഇടാം. അതിൽ ഏതെങ്കിലും പെട്രോൾ പങ്ക് നിർത്തിയിട്ട് ആദ്യം നമുക്ക് ആ പെട്രോൾ പങ്കിലൊന്ന് കയറ്റാട്ടോ. എനിക്ക് കുറച്ച് അസഹനീയമായി തുടങ്ങിയിട്ടുണ്ട് അവസ്ഥ. ഈ പെട്രോൾ പങ്ക് കേട്ട് ഇതിലല്ല, വെക്കാൻ നമ്മള് നേരത്തെ മറ്റേത് വരുന്ന വഴിക്കൊന്നും കണ്ടില്ലേ, നമ്മള് ഒരു റൗണ്ട് അബൌട്ട് അങ്ങോട്ട് എടുത്താല് അവിടെ. അപ്പോൾ നമ്മൾ പോട്ടെ. നമ്മളിനി 3 പോയിന്റ് ചിലപ്പോൾ ക്യാൻസൽ ചെയ്യേണ്ടി വരും, കാരണം നാളെ വർക്കിംഗ് ഡേ അല്ലേ. അപ്പോൾ നമ്മളിനി അവിടെയും കൂടെ കയറി രാത്രി വീട്ടിലെത്തുമ്പോഴേക്ക് നല്ല ലേറ്റ് ആവും. അത് നാളെ എല്ലാവർക്കും വർക്കിംഗ് ആണ്. അപ്പം അതുകൊണ്ട് തൽക്കാലം ആ പരിപാടി ക്യാൻസൽ ചെയ്യേണ്ടി വരും. ഇതാണ് ഞാൻ ഇത്ര നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്ന 3 കൺട്രി പോയിന്റ്. ഇവിടെ പോകാൻ പറ്റില്ല, പക്ഷെ എന്നാലും നിങ്ങൾക്കൊരു ഇമേജ് എങ്കിലും കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതിന് ചുറ്റും നമ്മളൊന്ന് റൗണ്ട് ചെയ്താൽ തന്നെ നമ്മൾ 3 കൺട്രി കവർ ചെയ്തു കേട്ടോ. നല്ല വെയിലുണ്ട് കേട്ടോ. വിഷ്ണു നല്ല കിടിലനാണ്. വിഷ്ണു ഡ്രൈവർ സീറ്റിൽ തന്നെ മാറിയത് ഉറക്കം വന്നിട്ടായിരുന്നു. ഗീതു വിചാരിച്ചു ഗീതുവിന്റെ കമ്പനി വരാമെന്നതാണ്. കൂർക്കമ്പലി കാരണം ഗീതു നടുവിലെ ഇതൊക്കെ വെച്ചിട്ട് ഒഴിവാക്കി അപ്പോ നമ്മളിപ്പോ ആദ്യം ഒരു സൂപ്പർ ചാർജറിലോട്ടാണ് പോണത്, മാസ്ട്രിക്റ്റില്. അവിടുന്ന് നമ്മൾ ചാർജ് ചെയ്തതിന് ശേഷം നമ്മള് ആംസ്റ്റർഡാമില് ഉള്ള ഒരു കേരള റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അവിടെ പോവാന്ന് വിചാരിച്ചു. നമ്മളങ്ങനെ ബെൽജിയം കഴിഞ്ഞ് നെതർലൻഡ്സിലോട്ട് കയറി. നമുക്ക് ബെൽജിയം കഴിഞ്ഞ് നെതർലൻഡ്സിലോട്ട് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഡിഫറൻസ് ഫീൽ ചെയ്യില്ലേ? റോഡും പിന്നെ ചുറ്റും ചെറുതായിട്ട് വ്യത്യാസം, പിന്നെ അതേപോലെ ബോർഡുകളെല്ലാം മാറും, കൂടുതൽ ഇൻഫർമേഷൻ വരാൻ തുടങ്ങും. റോഡുകൾ സ്പീഡ് കുറയും, അതിന് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. നമ്മളെത്തി ഒരു 15-20 മിനിറ്റിനുള്ളിൽ നമ്മുടെ ചാർജിങ് കംപ്ലീറ്റ് ആവേണ്ടതാണ്. നിങ്ങൾക്കറിയോ ഗീതു ഒരു ഡൽഹി മലയാളിയാണെന്ന്? അതായത് മലയാളിയാണെങ്കിലും ഗീതു ജനിച്ചതും വളർന്നതും ഒക്കെ ഡൽഹിയിലായിരുന്നു. പിന്നെ കോളേജ് ടൈം ഒക്കെ ആയപ്പോഴാണ് നാട്ടിലോട്ട് വന്നത്. वही तो कह रही हूँ। हाँ वही तो मैं कह रही हूँ। अंदर बहुत हिंदी एंड मलयालम में बात വർത്താനം करती हूँ मैं. ഹിന്ദി മലയാളം രണ്ടും മറന്ന അവസ്ഥയായി ഹേ. അവർ ഹിന്ദിയിലും മലയാളത്തിലും പിന്നെ അവർക്ക് അറിയുന്ന പല ഭാഷകളും ഇടയിലിടുന്നുണ്ട്. എന്താ നിങ്ങൾ തപ്പുന്നത്? ഞാൻ ഓടിക്കണോ ഇനി? നിങ്ങൾക്ക് റെസ്റ്റിന്? ഗീതു കാ ഫോൺ കട്ട് ഹേ നൗ. നമ്മൾ ബാത്റൂം ചലേ ഹേ. ഇത് ഏത് ഭാഷ സംസാരിക്കണ അറിയോ? ഇതിലെല്ലാം ഉണ്ടായിരുന്നു. आज उच्चा में अच्छा को पाम्प दिखा. आज उच्चा में अच्छा को पाम्प दिखा. അമ്മേ, ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ച് കഴിക്കാൻ പോയിട്ട് എല്ലാവരുടെ പാത്രത്തിലും കൈയിട്ട് വാരി ഏറ്റവും കൂടുതൽ വയറ് നിറച്ചു ഭക്ഷണം കഴിച്ചത് ഞാനായിരുന്നു. എന്നിട്ട് ഇപ്പൊ ഇവർക്ക് ആർക്കും വിശക്കുന്നില്ല, എനിക്ക് പിന്നെയും വിശക്കുന്നു.
എന്താ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫുഡ് കഴിക്കും അതോട് പറയാത്തെ. അതുകൊണ്ട് ഈ ട്രിപ്പിൽ പകുതി നമ്മൾ ഒന്നെങ്കിൽ റെസ്റ്റോറന്റ് അല്ലെങ്കിൽ നമ്മൾ റെസ്റ്റ് റൂം ഏതെങ്കിലും ഒന്ന്. പ്ലീസിങ് ഗീതു, പ്ലീസിങ് ഗീതു, സോഫ ഗീതു എന്നെ തന്നെ പറയാ അതില്ല എനിക്ക് വെച്ചോളൂ. എനിക്ക് അപ്പൊ മറ്റേ ഗീതു ഉണ്ടെങ്കിൽ ഇവരെ ഞാൻ ഒന്നും പറയണ്ട. ഗീതു ഇങ്ങനെ ഹലോ ഹായ് പക്ഷെ അടി ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് പറയണം. അത് ഞാൻ വേറെ ആർക്കും വിട്ടുകൊടുക്കില്ല. എല്ലാവരും അങ്ങനെ സെറ്റിലായി. ചെറിയൊരു അടി ഉണ്ടായിരുന്നു, ആര് ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഇരിക്കണം എന്നുള്ളത്. ഒരു അടിയില്ലായിരുന്നു, സിമ്പിൾ ആയിട്ട് തീരുമാനം. അങ്ങനെയല്ല, വിഷ്ണുവിന് എനിക്കും ഇരിക്കണമായിരുന്നു. ഞങ്ങൾ അടി ഉണ്ടാക്കിയിട്ട് ഞാൻ ഫ്രണ്ടിൽ കയറിയിരുന്നു. അതെ, ഉണ്ണിയേട്ടൻ ഫസ്റ്റ്. എനിക്ക് അവസരമുണ്ട്. ഗീതുവിന് ഞാൻ ഒരു അവസരം കൊടുത്തായിരുന്നു, പക്ഷെ ഗീതു നിരസിച്ചു. അങ്ങനെ ഞാൻ എന്റെ പാത്രമായിട്ട് ഫ്രണ്ട് കയറി. ഇതിൽ ഗ്രീൻ ആപ്പിൾ ഉണ്ട്, കിവി ഉണ്ട്. എള്ളുണ്ട കഴിക്കാൻ പാടില്ല എന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഒരാള് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വായിച്ചു നോക്കിയപ്പോൾ അത് കുറച്ച് ശരിയാണെന്നാ തോന്നിയത്. നമ്മള് എന്ത് സാധനമാണെന്നുണ്ടെങ്കിലും പ്രഗ്നൻസിയിൽ ഇപ്പൊ പൈനാപ്പിളൊക്കെ നമ്മൾ പറയില്ലേ നാട്ടിലൊട്ടും കഴിക്കരുത് എന്ന്. ഇവിടെ ഇപ്പൊ എന്റെ മിഡ് വൈഫ് എന്നോട് പറഞ്ഞത് പൈനാപ്പിൾ കഴിക്കാം, ഒരു ഹോൾ പൈനാപ്പിൾ ഒന്നും ഒറ്റയടിക്ക് കഴിക്കരുത് എന്നാണ്. അപ്പോ എനിക്ക് എന്റെ ഈ ഒരു ജേർണിയിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എന്ത് കാര്യമാണെങ്കിലും നമ്മള് ലിമിറ്റഡ് ആയിട്ട് കഴിക്കാം, ഓവറാക്കി ഒരുപാട് ക്വാണ്ടിറ്റിയിൽ അത് കഴിക്കരുത് എന്നാണ്. പക്ഷെ പപ്പായനൊന്നും പറ്റി എനിക്കറിയില്ല, അതൊരു ഡീറ്റെയിൽ ആയിട്ട്. ഞാൻ പൈനാപ്പിളിന്റെ കാര്യമാണ് സ്പെസിഫിക്കലി പറഞ്ഞത്. അപ്പൊ എള്ളുകൊണ്ട് ഇപ്പൊ തൽക്കാലം കഴിക്കുന്നില്ല, ബാക്കി ഒരു ഗ്രീൻ ആപ്പിൾ ഒക്കെ കഴിച്ച് എന്റെ യാത്ര ഒന്ന് സ്വീകരമാക്കി. തിരിച്ച് നമ്മൾ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ സൺസെറ്റ് ഒക്കെ ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു വ്യൂ കാണാൻ വേണ്ടി. 7 മിനിറ്റിൽ കറക്റ്റ് 8:30 31 30 നമ്മൾ റെസ്റ്റോറൻറ്റിൽ എത്തുന്നു പറഞ്ഞായിരുന്നു. അപ്പോഴാണ് നമ്മൾ റിസർവേഷൻ എടുത്തിട്ടുള്ളത്. അങ്ങോട്ട് പോയതിനൊക്കെ യാത്ര ഭയങ്കര കൂടിയതുപോലെ, ഭയങ്കര ടയർഡായി പോയി. ഈദൂനാണ് ഭയങ്കരമായിട്ട് കേരള ഫുഡ് കഴിക്കാൻ കൊതിയാവുന്നത്. എന്റെ ഫുഡൊക്കെ കഴിച്ചുവാണെങ്കിൽ ഉച്ചക്ക് ഞാൻ നല്ല പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ നേരെ അങ്ങോട്ടാ പോകുന്നത്. പ്രഭുവിന്റെ സ്പീഡ് അത്ര പോരായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ല സമയം എടുത്ത് ഇങ്ങോട്ടെത്താൻ. പ്രഭു അങ്ങനെ എനിക്ക് തുറക്കരുത്. എന്താ ഓർഡർ ചെയ്ത? എനിക്കറിയാം, പക്ഷെ എന്നാലും എടോ നമ്മള് വീഡിയോ എടുക്കുമ്പോ ഇതൊക്കെ ഒരു ചടങ്ങാണ്. എന്താ ഓർഡർ നീ കൂടെ ഉള്ളപ്പോഴാണ് ഓർഡർ ചെയ്തത്. ടൈഗർ പ്രോൺസ് ഗ്രില്ല്, ചിക്കൻ 65, പിന്നെ ചിക്കൻ ഫ്രൈ കേരള സ്റ്റൈൽ, കേരള ഫ്രൈ ചിക്കൻ, പിന്നെ കല്ലപ്പവും പ്രോൺസ് കറിയും റൈസും, പൊറോട്ട, ഇടിയപ്പം, ചിക്കൻ സ്റ്റൂ, ചിക്കൻ കുറുമ, പിന്നെന്താ ചായ, സംഭാരം. ഈ നമ്മളിങ്ങനെ കറികൾ പറയുമ്പോഴേ ഇതൊക്കെ ഒരു പോർഷനായിട്ടേ ഉള്ളൂ, അല്ലാതെ അതുകൊണ്ട് നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചിട്ട് പറഞ്ഞത്. ഈ റെസ്റ്റോറൻറ്റ് ഇപ്പോഴും പ്രീ ഓപ്പൺ ആയിട്ടേ ഉള്ളൂ കേട്ടോ. ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അപ്കമിങ് വീഡിയോസിൽ ഞാൻ ഷെയർ ചെയ്യാം. 2 ദിവസമോ 1 ദിവസമോ നമ്മൾ ട്രിപ്പ് പോയി കഴിഞ്ഞാലും ട്രിപ്പ് തീരുന്ന ദിവസം നമ്മുടെ ഭക്ഷണം കഴിച്ച് തീർക്കുന്നതിൽ ഒരു സുഖം ഉണ്ടല്ലോ. അല്ലെങ്കിൽ വീട്ടിൽ വന്നിട്ട് കുറച്ച് ചോറും മോരിയറിയൊക്കെ വെച്ച് കഴിക്കുന്ന ഒരു സുഖം, അതൊരു സുഖം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മുടെ കഴിക്കാനുള്ള തോന്നലൊക്കെ നമ്മൾ ഇവിടെ തന്നെ തീർത്തു. ഇനി നമ്മൾ വീട്ടിലോട്ട് പോവാണ്. അങ്ങനെ ആ ട്രിപ്പും കഴിഞ്ഞു. ഒരു 20-25 മിനിറ്റിൽ നമ്മൾ വീട്ടിലെത്തും. അപ്പോൾ അങ്ങനെ നമ്മുടെ പരിപാടി അവസാനിപ്പിച്ചിരിക്കുന്നു. നമ്മൾ വീണ്ടും തിരിച്ച് നമ്മുടെ വീടിന്റെ സ്ട്രീറ്റിലെത്തിയിരിക്കുകയാണ്. ഇവിടെ പ്രഭു കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട്. അതെടുത്ത് അവരവരുടെ വീട്ടിൽ പോയിട്ട് സുഖമായി കിടന്നുറങ്ങുന്നതാണ്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സസ്നേഹം തനി മലയാളി.